ഭീകരവാദത്തിനെതിരായ സർവകക്ഷി സംഘത്തിൽ ശശി തരൂരുണ്ട്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം തരൂർ. തരൂർ നയതന്ത്ര വിദഗ്ധനാണ്, UN-ൽ പ്രവൃത്തി പരിചയമുള്ള ആളാണ്. പക്ഷേ എല്ലാത്തിലും ഉപരി ശശി തരൂർ കോൺഗ്രസ് MP-യാണ്, പ്രവർത്തക സമിതി അംഗമാണ്. അപ്പോൾ പിന്നെ പാർട്ടി അറിയാതെ കേന്ദ്ര സർക്കാർ സർവകക്ഷി സംഘത്തിൽ തരൂരിനെ എങ്ങനെ ഉൾപ്പെടുത്തും? രാഷ്ട്രമാണ് രാഷ്ട്രീയത്തെക്കാൾ വലുതെന്ന തരൂരിന്റെ വാചകം നല്ലതാണ്. രാഷ്ട്രത്തിൽ പക്ഷേ രാഷ്ട്രീയം കളിക്കുന്നത് ആരാണ് എന്ന് തരൂർ പരിശോധിച്ചിട്ടുണ്ടോ? മുൻപും പോയിട്ടുണ്ട് സർവകക്ഷി സംഘം വിദേശ പിന്തുണ തേടാൻ. അന്നൊക്കെ പാർട്ടികളോട് സമ്മതിച്ചിട്ടായിരുന്നു തീരുമാനം. പാകിസ്ഥാനുള്ള തിരിച്ചടിയിൽ സർക്കാരിന് പിന്തുണ നൽകിയ പ്രതിപക്ഷത്തെ ഒന്നും അറിയിക്കേണ്ട എന്നാണോ സർക്കാരിന്റെ തീരുമാനം? സർവകക്ഷി യോഗത്തിൽ മുഖം കാണിക്കാത്ത പ്രധാനമന്ത്രി, IMF സഹായത്തെ വോട്ടിനിട്ട് പരാജയപ്പെടുത്താതെ വിട്ടുനിന്നപ്പോൾ പ്രസ്താവനയിറക്കുന്ന പ്രതിരോധ മന്ത്രി, ഓപ്പറേഷൻ സിന്ദൂർ മുതലാക്കാൻ തിരങ്കായാത്ര നടത്തുന്ന BJP. സർവകക്ഷി നയ തന്ത്രമോ എന്നതാണ് ചോദ്യം.